അതിൽ ആശാച്ചി WCC അംഗം. WCCയുടെ നിലപാട് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ യോഗം ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ അറിയുന്നത്. 8 മണിക്കാണ് ഓൺലൈൻ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും ആശാച്ചി ജോസഫിൻ്റെ നിലപാട് എന്താണ്? സർക്കാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു കോൺക്ലേവ് നടത്തി, ചർച്ച നടത്തി, ഒരു സമഗ്ര നയരൂപീകരണം നടത്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവസാനിപ്പിച്ചാൽ മതിയോ? ഒരു കേസ് എടുക്കണ്ടേ? ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ ആശാച്ചി ജോസഫ്? അരുൺ, ഞാൻ ചെറിയതായിട്ടൊന്ന് പുറകോട്ട് പോവുകയാണ്. കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് കേരളത്തെ സംബന്ധിച്ചൊന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്ക് അറിയാം, നമ്മളുടെ സെക്ഷൽ ഹാരസ്മെന്റ് അല്ലെങ്കിൽ റേപ്പ് കേസുകൾ കേരളത്തിൽ നടന്നിട്ടുള്ള 10-35 വർഷമായി നടന്നിട്ടുള്ള റേപ്പ് കേസുകളിൽ എത്ര കേസുകളിൽ യഥാർത്ഥത്തിൽ ഇവിടെ ബാക്കിയുള്ളവർ നല്ല വിജ്ഞാനമുള്ളവരുണ്ട് കേസുകളെ സംബന്ധിച്ച്, അതുകൊണ്ട് ഞാനത് പറയാൻ അത്ര പര്യാപ്തമല്ല. എങ്കിലും എത്ര കേസുകളിൽ യഥാർത്ഥത്തിൽ വിധി അനുകൂലമായി വന്നിട്ടുണ്ട്, ഇരയ്ക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ള വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വളരെ അറിയപ്പെടുന്ന കേസുകളിൽ പോലും അവസാനം ഇരയുടെ ആ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്കറിയാം, 7 വർഷം മുമ്പ് നടന്ന കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് WCC ഉരുവായത് തന്നെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ നിരന്തരമായിട്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. സ്ത്രീകളുടെ പീഡിപ്പിക്കപ്പെടലും അല്ലെങ്കിൽ റേപ്പാണോ അതോ മർഡറാണോ, ഇതൊന്നും ഒരു വിഷയമല്ലാത്ത ഒരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു സംശയം വീണ്ടും വീണ്ടും നമുക്കുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏതിന് എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വെക്കേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. അതായത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറ്റ് സൈഡിലുള്ള, അതായത് വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിന്മേൽ ആക്ട് ചെയ്യേണ്ട ഇനീക്വാളിറ്റിയിൽ നിന്നാണ് നമ്മൾ വയലൻസ് ഉണ്ടാകുന്നതെന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇനീക്വാളിറ്റിയിൽ നിന്നുള്ള വയലൻസിനെ നമ്മൾ ഒഴിവാക്കുകയും സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് സെക്യൂരിറ്റി കൊടുത്തു കളയാം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അരുൺ. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഇന്നൊരു CMനെ വളരെ കൃത്യമായിട്ട് വിമർശിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്കിവിടെ കേസെടുക്കണമോ കേസെടുക്കണ്ടയോ എന്നുള്ള ചോദ്യം 90-94 വർഷമായ ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ സമീപിക്കണമെന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ മാത്രം പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശാച്ചി, അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ആ പൊളിറ്റിക്കൽ വില്ലെന്ന് മാത്രമല്ല, ഇതൊരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇനി വരും തലമുറകൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ ആർജവമുള്ള, ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു നിലപാടാണ് ആശാച്ചി പറഞ്ഞതുപോലെ. Debate with Arun Kumar.